ഗ്രീറ്റിംഗ്സ് ടു എവരി വൺ. എൻ്റെ ഭവനത്തിൽ വന്ന് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനായിട്ട് ഹ്യൂസ്റ്റൺ വോയിസ് സെന്നി ഉമ്മന് എൻ്റെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇവിടുത്തെ ചരിത്രം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് മദ്രാസിൽ ഇൻ്റർവ്യൂ കിട്ടിയ സമയം മുതൽ പറയുവാനാണ്. അതിനു മുമ്പ് എൻ്റെ പത്നി അന്നമ്മ വിവരങ്ങളെല്ലാം നേരത്തെ പ്രസ്താവിച്ചിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ മദ്രാസിൽ കിട്ടിയിട്ട് പിന്നെ അവിടുന്ന് 1972 ജൂൺ 8 ഞാൻ ഹ്യൂസ്റ്റണിൽ വരുന്നത്. ആദ്യമായിട്ടാണ് രാജ്യത്തിന് പുറത്ത് പോകുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യം ബോംബെയിൽ വന്നു. ബോംബെയിൽ ഒരു രാത്രി താമസിച്ചു. അവിടെ ദ്വാരക ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ താമസിച്ചു. പിറ്റേ ദിവസം അവിടുന്ന് ബോംബെയിൽ നിന്ന് ബ്രസൽസിൽ വന്നു. ബ്രസൽസിൽ നിന്നും അവിടുന്ന് 3-4 മണിക്കൂർ കഴിഞ്ഞാണ് ന്യൂയോർക്കിൽ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ വന്നത്. അവിടുന്ന് അവിടുന്ന് ഈ ട്രാവൽ ഏജന്റുമാർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള പല കണക്റ്റിംഗ് ഫ്ലൈറ്റ് അവർ ബുക്ക് ചെയ്തത്. പിന്നാണ് എനിക്കത് മനസ്സിലാകുന്നത്. ന്യൂയോർക്കിൽ നിന്ന് അറ്റ്ലാന്റയിൽ വന്നു. പിന്നെ അറ്റ്ലാന്റയിൽ നിന്ന് വേറെ പ്ലെയിൻ കയറിയാണ് ഹ്യൂസ്റ്റണിൽ വന്നത്. ഹ്യൂസ്റ്റണിൽ ഒരു പാതിരാത്രി ആയ സമയത്താണ് ഞാൻ അന്നിവിടെ വന്നത്. അന്ന് ഹ്യൂസ്റ്റണിൽ എന്നെ കൂടാതെ ഈ മലയാളി സുഹൃത്തുക്കൾ ആണുങ്ങൾ ഒരു 5-8 പേര് മാത്രമേ ഉള്ളൂ. അവർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ. അതിൽ പ്രധാനികളാണ് ഇവിടെ നിര്യാതനായ എസ്.കെ. പിള്ള, വളരെ സാഹിത്യകാരനും നാടകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ്. സുപ്രസിദ്ധ എല്ലാവർക്കും പരിചയങ്ങളാണ്. അല്ലെങ്കിൽ വിജയൻ പിള്ള എന്ന് പറയും, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ വേറെ 3-5-6 പേരെ ഊശലുണ്ടായിരുന്നു. അത് വിചിത്രമെന്ന് പറയട്ടെ, ഊശൽ വന്നപ്പോൾ തന്നെ എനിക്ക് വലിയൊരു പ്രതിസന്ധി പോലാണ് വന്നത്. ഈ ഏതാനും മാസങ്ങൾക്ക് ആകും തന്നെ ഇവിടുത്തെ 5-8 മലയാളികൾ അവർ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. അപ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ 2 ഗ്രൂപ്പുകാർ വന്നു. ഞാൻ ആരുടെ കയറുമെന്നുള്ളതാണ് ആദ്യത്തെ പ്രതിസന്ധി. ഞാൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വന്നതാണ്. അങ്ങനെ എനിവേ ഈ അന്നമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന പൊന്നമ്മ പിള്ളയും അവരുടെ ഹസ്ബൻഡ് വിജയൻ പിള്ളയും എസ്.കെ. പിള്ളയും അവരെയാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് അടുത്ത് താമസിക്കുന്നത്. അവിടെ കാറിൽ കയറി ഭവനത്തിൽ വന്നു. അത് ആദ്യത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഡ്രൈവിങ് നാട്ടിൽ നിന്ന് പഠിച്ചു എങ്കിലും റൈസ് യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിൽ ആദ്യം എസ്.കെ. പിള്ള കൊണ്ടുപോയി, പിന്നെ അന്നമ്മയും കൊണ്ടുപോയി പല ഡ്രൈവിങ്ങിനുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടി. അതിനുശേഷം പലരും അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. എന്നാൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പൈസ കൊടുക്കുന്നത് കൊണ്ട് അത് നമുക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ല. സാമ്പത്തികമായിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല. എസ്.കെ. പിള്ളയ്ക്ക് അങ്ങനെയുള്ള ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹമാണ് ഇവിടെ ഹ്യൂസ്റ്റണിൽ ഹരാൻ ക്ലർക്കിൽ ആദ്യമായിട്ട് ഭവനം വാങ്ങുന്നത്. അപ്പോൾ 30 കൊല്ലത്തെ മോർഗേജ് ആണെന്ന് പറഞ്ഞാലും അപ്പാർട്ട്മെൻറ്റ് കൊടുത്താൽ ഒന്നും കിട്ടുകയില്ല. 30 വർഷത്തിനകം നമ്മുടെ വീട് നമ്മുടെ സ്വന്തമാകുമല്ലോ. അദ്ദേഹം ഭവനം വാങ്ങി. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാനും അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. ഞാനും അടുത്ത് താമസിച്ച ഒരു തോമസ് ഈശോ തങ്കച്ചൻ എന്ന് പറയും, ഞങ്ങൾ ഒരുമിച്ച് ഹരാൻ ക്ലർക്കിൽ അവിടുന്ന് 2 മൈൽ അകലെയായിട്ട് ഭവനം വാങ്ങിച്ചു. അങ്ങനെ രണ്ടാമത് ഊശൽ ഭവനം വാങ്ങുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അതിനുശേഷം മലയാളികളെല്ലാം ഹരാൻ ക്ലർക്ക് ഏറിയായി വന്നു. ഇപ്പോഴും കുറച്ച് ഫാമിലികൾ ഹരാൻ ക്ലർക്കിലുണ്ട്. ഒരു ചർച്ചുമൊക്കെ, ഓർത്തഡോക്സ് ചർച്ചും പല ചർച്ചുകളും പല ഗ്രൂപ്പുകളും അവിടെ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് അന്ന് ഹ്യൂസ്റ്റണിൽ ജോലി കിട്ടാൻ വളരെ പ്രയാസമാണ്. ജോലി ആർക്കും ലഭിക്കുകയില്ല. വരുന്നവർ തന്നെ പലരും മറ്റ് സ്ഥലങ്ങളിലാണ്. ഇവിടുന്ന് ഡാളസ്, ഫിലദൽഫിയ, ചിക്കാഗോ, ന്യൂയോർക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 2 ഗ്രൂപ്പ് ആയതിൻ്റെ ഒരു പ്രയോജനം എനിക്കുണ്ടായത്, തമാശ എന്ന് പറഞ്ഞാൽ, പിറ്റേ ദിവസം തന്നെ എതിർ ഗ്രൂപ്പിലുള്ള ഒരാൾ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നു. പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ. അപ്പം എന്നെ പഠിപ്പിക്കുക എന്ന് പോയിട്ട് മറ്റേ ആളിനെ അവോയ്ഡ് ചെയ്തിട്ട് പഠിപ്പിച്ച് എൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ്. അതുകൂടെ എന്നെ ജോലിക്കും കൊണ്ടുപോയി. ജോലി അന്വേഷിക്കാൻ കൊണ്ടുവന്നത് എവിടെയാണ്? 7-Eleven സ്റ്റോറ്, യൂട്ടോട്ടം, ഇങ്ങനെയുള്ള സ്റ്റോർ മീറ്റ് കട്ടറായിട്ടുമൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം പിന്നാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. ആദ്യം ഇവിടെ വന്ന മലയാളികൾ ഏറ്റവും MA LLB കഴിഞ്ഞ് വന്ന
ഏക മലയാളി ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ട്യൂഷൻ ഏറിയാൽ എനിക്ക് ഷുവറാണ്, അമേരിക്കയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഈ കൊണ്ടുപോയ ആൾക്കാർ തന്നെ, കൊണ്ടുപോയ ഒരാൾ തന്നെ ഏത് ഉദ്ദേശത്തിലാണ് എന്നെ ഈ സ്ഥലങ്ങളിൽ ആദ്യം ജോലി കിട്ടുമെന്നും പറഞ്ഞ് കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എനിവേ, ചുരുക്കമായിട്ട് പറഞ്ഞാൽ അന്നമ്മയുടെ ഒരു പരിചയമുള്ള ഒരു സോഫി എന്നൊരാളുണ്ട്. ആ സോഫിയുടെ ഭർത്താവ് ഷാമുവിൽ, അവർ രണ്ടുപേരും മരിച്ചുപോയി. ഇപ്പോൾ അവർ ഫസ്റ്റ് സിറ്റി ബാങ്കിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ സാമിൻ്റെ ഭവനത്തിൽ പോയി കണ്ടു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഫസ്റ്റ് സിറ്റി ബാങ്കിൽ ഞാൻ പോയി ജോലിക്ക് അപേക്ഷിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അവിടെ ജോലി കിട്ടി. ഫസ്റ്റ് സിറ്റി ബാങ്ക് എന്ന് പറയുന്ന പല പല ബാങ്കുകൾ, അത് 73-ലാണ്, 1973-ലാണ് പല ബാങ്കുകൾ ടെക്സാസിൽ മേർജ് ചെയ്തിട്ട് അവസാനം ഇപ്പം JP മോർഗൻ ചേസ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കായ JP മോർഗൻ ചേസിൽ 2013 40 വർഷം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം വിരമിച്ചു. അതാണ് ആ ചുരുക്കമായിട്ട് ഇവിടെ വന്നപ്പോഴത്തെ കഥ. അങ്ങനെ അവിടെ ജോലി കിട്ടിയത് കൊണ്ട് ദൈവകൃപയാൽ ആ ജോലി നഷ്ടപ്പെടാതെ പെൻഷൻ വരുന്നത് വരെയും റിട്ടയർമെൻറ്റ് വരെയും അങ്ങനെ ജോലിക്ക് പോകാൻ സാധിച്ചു. എന്നാൽ വേറെ പല ആൾക്കാർക്ക് ഊസ്റ്ററിലെ എക്കോണമിയൊക്കെ തകർന്നപ്പോൾ അവർ വേറെ മെഡിക്കൽ ഫീൽഡിൽ അൾട്രാസൗണ്ടും റെസ്പിറ്ററി തിയറിസ്റ്റ്, എക്സ്റേ, ഇങ്ങനെയുള്ള പല മെഡിക്കൽ ഗ്രൂപ്പിലേക്ക് പോയി പല മലയാളികൾക്കും ജോലി ലഭിച്ചു. 1980-കളാണ് ഓയിലിന് ഇവിടെ വില കുറഞ്ഞപ്പോൾ വലിയ എക്കണോമിക് ഡിപ്രഷൻ ഇവിടെ ഊഷ്ണി വന്നു. ഒത്തിരി പേര് ആ സമയത്താണ് മലയാളികൾ, ഇവിടെ ഉള്ള മലയാളികൾ തന്നെ പലരും ഡാളസ്, ഒക്ലഹോമ, ന്യൂയോർക്ക്, ഫിലഡൽഫിയ, ചിക്കാഗോ എന്നീ സ്ഥലങ്ങളിലൊക്കെ കുടിയേർപ്പാർത്തത്. എന്നാൽ 80-കൾ ഒരു കാലം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഹ്യൂസ് ടൂൾ കമ്പനി വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് അവിടെ വളരെ സാധ്യത കിട്ടുന്നതുകൊണ്ട് അനവധി മലയാളികൾ പിന്നെ ഊഷ്ണിലേക്ക് തിരിച്ചു വരുവാൻ തുടങ്ങി. പിന്നെ ഇപ്പോഴും ഊഷ്ണിലേക്ക് വടക്ക് ഭാഗത്തു നിന്നുള്ള മലയാളികൾ തിരിച്ചു വന്ന് ഊഷ്ണിലെ അമേരിക്കയിലെ 4ാമത്തെ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഹ്യൂസ്റ്റണിലെ തെക്ക് സൗത്തിലുള്ള 3-4 സിറ്റികൾ മലയാളികളാണ് ഇപ്പോൾ അവിടുത്തെ ജഡ്ജിമാരും അവിടുത്തെ മുനിസിപ്പൽ ചെയർമാന്മാരും. അങ്ങനെ നല്ല സ്ഥാനങ്ങളിൽ മലയാളികൾ അവിടെ ഊഷ്ണിലായിട്ട് എന്തുകൊണ്ടെന്നാൽ അവർ അനവധി പേര് വടക്കുനിന്ന് വന്ന് മലയാളികളുടെ വലിയൊരു കൂട്ടം തന്നെ ഊഷ്ണിലുണ്ട്. പല പല ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ തന്നെ പല അമ്പലങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, എല്ലാ സമുദായക്കാർക്കും അവരുടെ ചർച്ചുകളുണ്ട്. ആദ്യം ഞങ്ങൾ ഈ അന്നമ്മ പ്രസ്താവിച്ചു പ്രശ്നമില്ല അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പം ഞങ്ങൾക്ക് യാതൊരു കൂടിവരവിനും ഒരു ചർച്ചുകളൊന്നുമില്ല, അമേരിക്കൻ ചർച്ചുകളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അത് സിലോൺ പെന്തക്കോസ്തുകാരൻ ഒരു AK അലക്സാണ്ടർ പൊന്നച്ചൻ എന്ന് പറയും, അദ്ദേഹവും പിന്നെ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ മർത്തോമ സഭയിലെ ഒരു തൂണായിരിക്കുന്ന പ്രധാന പ്രവർത്തന TA മാത്യു ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ഞങ്ങൾ ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്നു മർത്തോമ ചർച്ചിലെ ഒരു പ്രവർത്തകൻ. ഞങ്ങൾ 3 പേരും കൂടെ, പിന്നെ തോമസ് ശിശോയും കൂടെ, ഞങ്ങൾ 4 പേരും കൂടെ സംസാരിച്ച് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും കൂടെ പ്രേ ഗ്രൂപ്പ് വേണമെന്നും പറഞ്ഞ് പ്രശ്നമില്ലാതെ ഒരു പ്രേ ഗ്രൂപ്പ് തുടങ്ങി. അതിൻ്റെ അകത്ത് എല്ലാവരും കാത്തലിക്സ് ഉണ്ട്, ശാബദ് മിഷൻകാരുണ്ട്, ഒരാൾ യൂജോ മതക്കാർ, വിദ്വാൻ കുട്ടിയുടെ മതത്തിലുള്ള ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ ഐക്യതയോടെ പ്രയറുകൾ എല്ലാ സാറ്റർഡേ ഓരോ വീട്ടിൽ നടത്തി. അവിടെ ആഹാരങ്ങൾ അതിന് ശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ ആൾക്കാർ ഊഷ്ണിലേക്ക് വന്നപ്പോൾ അവരുടെ സഭകളിൽ അവർ സ്വന്തമായിട്ട് സഭ രൂപീകരിക്കാൻ തുടങ്ങിയത്. അത് ഭിന്നതയിലല്ല, സഭ രൂപീകരിച്ചുവെങ്കിലും അന്യോന്യം പോയി കൺവെൻഷനും ഒക്കെ സഹകരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് 75-ലാണ് എൻ്റെ ഭവനത്തിൽ വെച്ച് ഇന്ത്യ ഭരണ അസംബ്ലി ഞങ്ങൾ 5 ഫാമിലി കൂടി അവിടെ സ്ഥാപിച്ചത്. ഇന്ന് ഊഷ്ണിൽ ഭരണസഭയിലൊക്കെ 7 സഭകളുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ പെന്തക്കോസ്തിലെ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്ന പാസ്റ്റർ പെന്തക്കോസ്ത് സഭയും തുടങ്ങി. പിന്നെ അത് വളരെ വലുതായി. പിന്നെ അനവധി ഗ്രൂപ്പുകൾ, ഡസൻസ് ഓഫ് ഗ്രൂപ്പ്സുകൾ പിന്നെ വന്നു. ഇപ്പോൾ പ്രധാനമായിട്ട് IPC, വേറെ 3-4 പ്രബുദ്ധമായ പെന്തക്കോസ്ത് കൂടികളുണ്ട്. അതുപോലെ മർത്തോമ ചർച്ച് ട്രിനിറ്റി ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെ സൗത്തിൽ മർത്തോമ ചർച്ചും വളരെ വിജയകരമായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഓർത്തഡോക്സ് ചർച്ച് ഹരാങ്കുളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് എല്ലാവർക്കും അറിയാമല്ലോ, 5th സ്ട്രീറ്റിലെ. അങ്ങനെ എല്ലാ സഭക്കാരും അവരെ മാന്യമായ രീതിയിൽ നല്ല ഭവനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു CSI ചർച്ച്, CSIക്കാർ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. ഇതെല്ലാം നമുക്ക് മലയാളികൾക്ക് അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ ഹിന്ദുക്കൾ തന്നെ ഇവിടെ പല ക്ഷേത്രങ്ങൾ, നമ്മുടെ കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രം, അതുപോലെ
അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഇപ്പം സങ്കടമോചൻ ഹനുമാൻ്റെ ക്ഷേത്രവും വരുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ മീനാക്ഷി ക്ഷേത്രമുണ്ട്, മലയാളിയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ ആണ്. അങ്ങനെ ഈ എല്ലാ മതത്തിൽ എല്ലാ മലയാളികളും ഇന്ത്യക്കാരും ഇവിടുത്തെ സമൂഹത്തിന്, അമേരിക്കൻ സമൂഹത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ രാജ്യത്തിന് തന്നെ ഒരു നന്മയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളും അവർ ഉന്നത നിലയിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എനിക്ക്